പറവോനു ഞാനിനി അടിമയല്ല, പറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അത് എനിക്കറിയാത്തൊരവകാശമേ, അത് എനിക്കറിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി സ്വാതന്ത്ര്യത്തിനാട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അത് ഉറച്ചു നിൽക്കുക, അടിമനകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുത്. ഒരു കഥയോടുകൂടി ഈ സംഭവം ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒളിച്ചോടിപ്പോയ ഒരു അടിമയുടെ പേരിലുള്ള വിധി പ്രസ്താവിപ്പാനുള്ള സമയമായി. ജഡ്ജി അടിമയോട് അവൻ ഓടിപ്പോകാനുള്ള കാരണം തിരക്കി. നിൻ്റെ യജമാനൻ നിന്നോട് ഹീനമായി പെരുമാറിയോ? ഇല്ല എന്ന് അടിമ പറഞ്ഞു. നിനക്ക് പാർപ്പിടവും ഭക്ഷണവും തന്നില്ലേ? തന്നു എന്ന് അടിമ ഉത്തരം പറഞ്ഞു. നിനക്ക് യജമാനൻ ഭാരമേറിയ ജോലി തന്നോ? ഇല്ല എന്ന് അടിമ പറഞ്ഞു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിനക്ക് നല്ല പെരുമാറ്റം, ഭവനം, ഭക്ഷണം, ജോലിക്കുറവ് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നീ യജമാനെ വിട്ട് ഓടിപ്പോകാനുള്ള കാരണം എന്താണ്? അതിന് അടിമ പറഞ്ഞ ഉത്തരം, എനിക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ജഡ്ജി പറഞ്ഞു, നിനക്ക് ലഭിച്ചതിൽ കൂടുതൽ ആനുകൂല്യമൊന്നും എവിടെയും ലയിപ്പാൻ പോകുന്നില്ല, അതിനാൽ നിനക്ക് മടങ്ങിപ്പോകരുതോ? അപ്പോൾ അടിമ ജഡ്ജിയോട്, അവിടേക്ക് പോകുന്നുള്ള വഴിയൊന്നും ഞാൻ അടച്ചിട്ടില്ല, അങ്ങേക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇക്കാലങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് സത്യദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിനും ശത്രുവായ സാത്താൻ ചില സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിമനകത്തിൽ നിന്നും വിടുവിക്കാൻ യേശു ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് മോഹന വാഗ്ദാനം നൽകിയും തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ആരാധന സൗകര്യം ഒരുക്കിക്കൊടുത്തും ജനങ്ങളെ കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതയെ കഴിച്ചുകൊണ്ടിരാൻ നയിക്കുന്ന സന്ദർഭം ഓർമ്മയിലേക്ക് വരുന്നു. അതിന് ഒരു യജമാനനുണ്ട്, എന്നാൽ സ്വാതന്ത്ര്യത്തോട് കഴുതയ്ക്ക് നടക്കുവാൻ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ടിരിക്കുകയാണ്. അനുഭവം യേശുവിനെ വാഹനമേറുവാൻ അവയെ അഴിച്ചുകൊണ്ട് വരുവാൻ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു. അവർ അത് അനുസരിക്കുന്നു. അതുവരെ സ്വാതന്ത്ര്യമില്ലാതെ കിടന്ന കഴുതയെ അഴിപ്പാനായി ശിഷ്യന്മാർ വന്നപ്പോൾ ചോദ്യം ചെയ്യാൻ ഉടയവനുണ്ടായി. യേശുവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അവയെ അഴിച്ചുകൊണ്ട് വന്നു. അന്നു മുതൽ അതിന് സ്വാതന്ത്ര്യം വന്നു. സുവിശേഷത്തിൽ ചുങ്കക്കാരനായ സഖായിയുടെ കഥ ഏവർക്കും സുപരിചിതമാണ്. എങ്കിലും അതിലേക്കൊരു ആത്മീയ മർമ്മം വെളിപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സഖായിക്ക് യേശുവിനെ കാണണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിലും സമൂഹം നിമിത്തം അവന് സാധിച്ചില്ല. എങ്കിലും സഖായിയുടെ തീരുമാനമാണ് അവനെ യേശുവിലേക്ക് നടത്തിയത്. ഇന്ന് പലരെയും സമൂഹങ്ങളാണ് തളച്ചിട്ടിരിക്കുന്നത്. യേശുവിനെ കാണുവാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള തടസ്സങ്ങളിൽ നിന്ന് അവിടം വിട്ട് ഓടണം. സഖായി സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടി കാട്ടത്തിന്മേൽ കയറി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവൻ്റെ നല്ല താല്പര്യത്തെയും തീരുമാനങ്ങളെയും സ്വർഗം കണ്ടു. സമൂഹത്തിൻ്റെ ഇടയിലൂടെ യേശു യാത്ര ചെയ്തിട്ടും തന്നെ കാണുവാൻ താല്പര്യപ്പെട്ട വ്യക്തിയുടെ മുമ്പിൽ എത്തിയപ്പോൾ യേശു നിന്നു. പ്രിയ സുഹൃത്തുക്കളെ, യേശു നിങ്ങളുടെ സമീപത്ത് വന്ന് നിൽക്കണമെങ്കിൽ ഹൃദയത്തിൽ നല്ല തീരുമാനവും ഉള്ളവരായിരിക്കണം. യേശു സമീപത്ത് നിൽക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം ധന്യമായിത്തീരും. അങ്ങനെയുള്ളവരുടെ വീടിന് രക്ഷയായി ഭവിക്കും. സഖായി യേശുവിൻ്റെ സമീപനത്തിൽ
ആരും പറയാതെ കുറ്റബോധവും പാവബോധവും ഉള്ളവനായി അന്യായം വാങ്ങിയതെങ്കിലും ദരിദ്രർക്ക് വിധിച്ചു നൽകി. നോക്കുക, യേശു നിങ്ങളുടെ സമീപം നിന്നാലുണ്ടാകുന്ന മാറ്റങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെ ഒതുക്കി വച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായി യേശു നിങ്ങളുടെ സമീപം വന്ന് നിൽക്കുകയും കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെപ്പോലെ നിങ്ങൾ സമൂഹത്തിൽ കെട്ടപ്പെട്ടവരായിരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. വീണ്ടും അടിമനുഭവത്തിൽ കുടുങ്ങിപ്പോകരുത്. ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.